ആ, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമില് ഞാൻ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിനെ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ മെമ്പേഴ്സ് അവരെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ എപ്പോഴും ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ള മറ്റ് ഒത്തിരി കെട്ടുപാടുകൾ നമുക്കുണ്ട്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ലിറ്ററേച്ചറുകൾ ധാരാളം നമുക്കുണ്ട്. വാസ്തവത്തിൽ ആ ലിറ്ററേച്ചറുകൾ അതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിൽ അഭിനയത്തിൻ്റെ ഭാഷ, അതുപോലെ എളിമയുടെ ഭാഷ, ഒരു വലിയ തിരിച്ചറിവിൻ്റെ ഭാഷ, ഇതൊക്കെ എനിക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞൊരു ലിറ്ററേച്ചറുണ്ട്. ആ ലിറ്ററേച്ചർ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണെന്ന് അതിൻ്റെ ആ ഫ്രണ്ട് പേജിൽ തന്നെ മനസ്സിലാവും. മദ്യാസക്തി രോഗം ഒരാളുടെ രോഗമല്ല. ഒരു വ്യക്തിക്കാണ് ആ രോഗം ഉണ്ടെങ്കിലും ആ രോഗം ഒരു കുടുംബരോഗം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ കുടുംബരോഗത്തിന് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അത് വികസിച്ച് അത് വലുതായി ഒരു സൊസൈറ്റി ഓഫ് പീപ്പിൾ, ഒരു സമൂഹം തന്നെ. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം സാർ. കേൾക്കാൻ പറ്റുന്നു? അപ്പൊ ഒരു സമൂഹം തന്നെ അതിന്റെ പുറകിലുണ്ട്. അതില് ഒരു കേന്ദ്ര കഥാപാത്രം മദ്യാസക്ത രോഗിയാണെങ്കിലും അയാളെ അതിലേക്ക് നയിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശാരീരികം, മാനസികം, സാമൂഹ്യം, അതുപോലെ കൾച്ചറൽ, സാമ്പത്തികം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും. അതിൽ നിന്ന് ആ രോഗത്തെ അനുഭവിക്കുന്നവർ ഇതിലൊക്കെ പെട്ടുപോയ ആൾക്കാരുണ്ട്. ഇപ്പോൾ സാമ്പത്തിക കാര്യം വെച്ചാൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഒരു പരിപാടിയാണ്. അതുപോലെ ഒരു സമൂഹത്തിൽ ഒരു അപമാനം, വില കുറച്ച് കാണിക്കുന്ന ഒരു അവസ്ഥ, കഴിവുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഇവിടെയൊക്കെ ഒരു കുടുംബവും അതോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും അതിൽ ഭാഗവാക്കാകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാം കേൾക്കുമ്പോഴത്തേക്കും ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒരു ഭാഷയിൽ എന്തൊക്കെയുണ്ട്? ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പേഴ്സ്, അലനോൺ മെമ്പേഴ്സ്, ലാറ്റിൻ കുട്ടികൾ, ഇതാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാളുകൾ, സ്ഥലങ്ങൾ, അവിടെയുള്ള വസ്തുക്കൾ എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നു. ഇതിൽ പ്രധാനമായിട്ട് ഒരു ഈഗോ ഡിഫ്ലേഷൻ ആണ് ഒരു കേന്ദ്ര കഥാപാത്രം വരുന്നത്. ഈ ഒരു ഈഗോ ഡിഫ്ലേഷൻ, ഒരാൾക്ക് ഒരു അഹന്ത, ആ അഹന്തയ്ക്കുള്ളിൽ അയാൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല. എല്ലാ കാര്യങ്ങളും തിരിച്ചറിയപ്പെടാതെ അയാളുടെ ഐഡൻറ്റിറ്റി അയാൾ മനസ്സിലാക്കുന്ന അവസ്ഥ, അതുപോലെ അയാൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന അവസ്ഥ, ഇതിനൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഈഗോ ഡിഫ്ലേഷൻ ഒരു കേന്ദ്ര കഥാപാത്രമാണ്. എന്താണ് ഈ ഈഗോ ഡിഫ്ലേഷൻ? ഈ അഹന്ത എടുത്തു മാറ്റുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിനയം, എളിമ, അതുപോലെ എല്ലാവരെയും ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏഴ് ലിറ്ററേച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എളിമയുടെ ഭാഷയൊക്കെ അവിടെ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ
മധ്യാഹ്നത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് ഈ ഈഗോ, അഹന്ത. വാസ്തവത്തിൽ ഈഗോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ മാനസിക വളർച്ചയുടെ തുടക്കത്തിൽ നമ്മുടെ ബാല്യത്തിൽ പല സ്റ്റേജുകളിലും കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്. ബാല്യത്തിൽ ശരിക്കും ഓറൽ സ്റ്റേജ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ഓറൽ സ്റ്റേജ്, അതൊരു മാനസികമായിട്ടുള്ള സംഗതിയാണ്. അത് അന്നത്തെ കാലത്ത് നമ്മൾ തലച്ചോറിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും ഒന്നും അത്രയധികം വിവരങ്ങൾ നമുക്കില്ല. നമ്മൾ മാനസിക സ്വഭാവങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ വളർച്ച, വികാസം ഇതൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡും അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാനമായിട്ടുള്ള സംഗതി അത് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ഓറൽ സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികരണമാണ് കൈവിരലുകൾ ചപ്പി വലിക്കുന്ന ഓറൽ സ്റ്റേജ്. അപ്പോൾ എന്തും വായിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ പോകുന്ന ഒരു സ്റ്റേജ്, അതൊരു അബോധമായിട്ടുള്ളൊരു ഇതാണ്. ആ ഒരു വയറ്റിലേക്ക് ഭക്ഷണം ചെല്ലുക എന്നുള്ളതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഒരു പ്രാധാന്യം. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ജന്മവാസന, ആ ജന്മവാസന പ്രവർത്തിച്ച് അറിയാതെ തുടങ്ങുകയാണ്. നമ്മളറിയാതെ തന്നെയാണ് ഈ ജന്മവാസനകൾ തുടങ്ങുന്നത്. അപ്പോൾ വായിലേക്ക് ഇങ്ങനെ കൈവിരലുകൾ ഇടുന്നു. അപ്പോൾ ഭക്ഷണം അതിൻ്റെ ഒരു ആക്ഷനാണ്. ആ കൈവിരലുകളിൽ കൂടിയാണ് ഭക്ഷണം നമ്മൾ വായിലെത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഓറൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു ഏനൽ സ്റ്റേജ് എന്ന് പറയും. ഏനൽ സ്റ്റേജ് വെച്ചാൽ നമ്മൾ വിസർജ്യങ്ങൾ, അതും ഒരു ജന്മവാസനയാണ്. നമ്മൾ ശോധന, നമ്മൾ വയറ്റുന്ന മലം വിസർജിക്കുന്നു, അതൊരു ഏനൽ സ്റ്റേജാണ്. ഏനൽ സ്റ്റേജ് നേരെ ഓപ്പോസിറ്റ് എക്സ്ക്രീറ്റ, അത് ജന്മവാസനയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഫാലിക് സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളുടെ ആണെങ്കിൽ പോലും അവരുടെ ലിംഗഭാഗത്ത് സ്പർശനം അത് ഉത്തേജനം ഉണ്ടാക്കും, സെക്ച്വൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ അത് അത് ഉണ്ടാക്കും, ഒരു സ്റ്റിമുലേഷൻ. അപ്പോൾ അവിടെ എന്താണ്, എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്ന് ഒരു സ്പർശനം, സെക്ച്വൽ ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു ജന്മവാസന ഇതുണ്ടാക്കുന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ അന്തർലീനമായിട്ടുള്ള ആ ബാല്യകാലത്തിലെ തന്നെ തലച്ചോറിൽ തുടങ്ങുന്ന ജന്മവാസനകൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളരുന്നു, ആ ബാല്യം, പിന്നെ കൗമാരം. ഇങ്ങനെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പരസ്പരം, ചെറിയ കുട്ടികൾ പരസ്പരം ബന്ധപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ അവരുടെ വളർച്ച, ഞാൻ എന്നുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നുള്ള ആ ഒരു സ്വന്തം മേൽവിലാസം, സ്വന്തം അഡ്രസ്സ്, ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മകൻ, എൻ്റെ അച്ഛൻ ഇന്ന ആൾ, എൻ്റെ അമ്മ ഇന്ന ആൾ, എൻ്റെ സഹോദരങ്ങൾ ഇന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു ലേബലിംഗ് ഉണ്ട്. അത് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാണ്. ഇതാണ് ഈഗോ. നമുക്കൊരു മേൽവിലാസമുണ്ട്, ഇന്നയിടത്ത് ഇന്ന ആൾ ഉള്ള, അതാണ് ഈഗോ. വാസ്തവത്തിൽ ഐഡൻറ്റിഫിക്കേഷനാണ്, സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് വാസ്തവത്തിൽ ഈഗോ. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഈഗോ എന്താന്ന് വെച്ചാൽ ഈഗോ പ്രൊജക്ഷനാണ്. ഈഗോ ഞാനെന്ന സംഭവത്തെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത്, ഇന്നത്തെ പുതിയ നമ്മുടെ മലയാള ഭാഷയിൽ തള്ള് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം ഞാനൊരു സംഭവം.
ഞാൻ വലിയ ആള്. ഉം. അത് അതിനെ എടുത്തു പറയുന്നു. പക്ഷേ ഈ ഈഗോ പ്രൊജക്ഷനെയാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നതും. ഈഗോ ഈഗോ നമ്മൾ പറയുന്നതാണ്. വാസ്തവത്തിൽ ഈഗോ പ്രൊജക്ഷനാണത്. ഈഗോയുടെ പുറത്തേക്കുള്ള ഒരു തള്ളലാണത്. ഉയർത്തി കാണിക്കലാണ്. അപ്പൊ ഞാൻ എന്നുള്ള ഈ അഹന്ത വരുന്നത് ഈ മദ്യാസക്ത രോഗം പോലത്തെ ഒരു രോഗത്തിന് ഭയങ്കര ഒരു തടസ്സം നിൽക്കും. അത് തിരിച്ചറിയാനുള്ള ഒരു ഒരു മനസ്സ് വൈകിയേ വരുള്ളൂ ഈഗോ പ്രൊജക്ഷനിൽ. ഈഗോയിൽ വേറൊരു സംഭവമുണ്ട്. ഒരു ചികിത്സ എടുക്കാനായിട്ട് ഒരു ഭയങ്കര വൈമുഖ്യം ഉണ്ടാകും. അത് നിഷേധത്തിലേക്ക് നയിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊരു പ്രൊജക്ഷനാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇന്ന സംഭവമാണ്, എനിക്കിതിനെയൊക്കെ മറികടക്കാനുള്ള കഴിവുണ്ട്, ഞാനിപ്പോൾ കുറച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അപാരമായിട്ടുള്ള കഴിവുകൾ, അതും യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചികിത്സയിലേക്ക് ഇയാൾക്ക് കയറാൻ പറ്റുന്നില്ല, നിഷേധം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ ശരിക്കും അയാളുടെ ഈ തുടക്കം, ശരിക്കും ഈ രോഗത്തെക്കുറിച്ച് അയാൾ മനസ്സിലാക്കേണ്ടത് ഈ ഈഗോ പ്രൊജക്ഷൻ, ഈ അഹന്ത എനിക്ക് വലിയ തടസ്സമായിട്ട് നിൽക്കുന്നു, അതിനെ ഞാൻ മെരുക്കിയെടുക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ടുള്ള പോക്ക് ശരിയാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ലിറ്ററേച്ചറിൻ്റെ ഭാഷയെ പറ്റി പറഞ്ഞത്. അതാണ് ആ ലിറ്ററേച്ചറിൽ ഉപയോഗിച്ച ഭാഷ. ഒന്ന് ഭയങ്കര തിരിച്ചറിവ്, ഒരു വിനയം, എളിമ, തുറന്നു പറച്ചിൽ, ഏറ്റുപറച്ചിൽ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യം ഒക്കെ അതിലുണ്ട്. അതെല്ലാം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിച്ചിട്ട ആളുകൾ കയ്യും കണക്കുമില്ല. ഞങ്ങൾ വളരെയധികം ഉപദ്രവങ്ങൾ ചെയ്തു. പല പ്രാവശ്യം ആശുപത്രികൾ കയറിയിറങ്ങി, ജയിലുകൾ, കോടതികൾ കയറിയിറങ്ങി. അവസാനം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങളോട് തന്നെ പൊറുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ നടത്തി. അത് ഭയങ്കര എളിമയാണ്. ഞങ്ങളോട് തന്നെ, അത് ഭയങ്കര തിരിച്ചറിവാണ്. അവിടെ ഈഗോ ഡിഫ്ലേഷനാണ് നടക്കുന്നത്. ഈഗോ ഡിഫ്ലേഷൻ, എൻ്റെ അഹന്ത തിരിച്ചറിവിന് വഴിമാറിക്കൊടുത്തു. അപ്പോൾ ഓരോ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഈ മദ്യ അഡിക്ഷനിൽ എത്തിച്ചേർന്ന ആൾക്കാർ. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ മദ്യം മാത്രമല്ല, മറ്റു ലഹരികളും മുന്നിലുണ്ട്. ഇപ്പോൾ മറ്റ് ലഹരിയിൽ ഇപ്പോൾ ടബാക്കോ, കോമൺ ആയിട്ടുള്ള സാധനം, കന്നാബിസ്, അങ്ങനെയുള്ള അനേകം ലഹരി വസ്തുക്കൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും മദ്യം ഒരു പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യൽ ഇഫക്റ്റുള്ള, തലച്ചോറിലൊരു സ്പെഷ്യൽ ഇഫക്റ്റുള്ള വസ്തുവായതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തി പറയണം. കാരണം മദ്യം കയറി ഇറങ്ങാത്ത ഒരവയവവും നമ്മുടെ ശരീരത്തിലില്ല. ആ ഓരോ അവയവങ്ങളിലും അനേകം രോഗങ്ങൾ, ഗൗരവമുള്ള രോഗങ്ങൾ, രണ്ട് തരത്തിൽ. ആ അവയവങ്ങൾ ഓരോന്നും ഗൗരവമുള്ള രണ്ട് രീതിയിലുള്ള രോഗങ്ങൾക്ക് വിധേയമാകും. ഒന്ന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾക്ക് വിധേയമാക്കപ്പെടും മദ്യം കയറി ഇറങ്ങുന്ന ഓരോ അവയവവും. അതേത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ മദ്യം കയറി ഇറങ്ങുന്ന അവയവങ്ങൾക്കെല്ലാം തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിട്ട് അതിൻ്റെ പ്രതിരോധം കുറഞ്ഞു പോകും. അതിൽ ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്ക് ആ ഇൻഫെക്ഷൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അവിടെ. ആ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കയറി ഇറങ്ങി അത് ഒരു ദീർഘകാല രോഗമായിട്ട് ആ അവയവത്തിന്
ഒരു ദീർഘകാല രോഗം ഉണ്ടാക്കി കൊടുക്കും. ഈ രോഗങ്ങൾ ഇങ്ങനെ എത്രയോ ഇതിൻ്റെ പുറകെ വരുന്നു. അതിൻ്റെ കൂടെ മരണങ്ങളും യാതനകളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മധ്യാസക്ത രോഗം ഒരു നിസ്സാര രോഗമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഗൗരവമുള്ള രോഗമാണെങ്കിലാണ് നമുക്കതിനെ ഈ പ്രോഗ്രാമിൽ വരാനും നമ്മൾ ഇതിൽ ഇടപെട്ട് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മൾക്ക് മനസ്സിന് ഒരു സന്തോഷവും അതിൻ്റെ ഒരു കഴിവുമായിട്ട് മാറി കിട്ടുന്ന അങ്ങനെയാണ്. അങ്ങനെ എനിക്കൊരു കഴിവ് ഉണ്ടായി. എനിക്ക് കഴിവുള്ള ആളാണ് ഞാനിപ്പോൾ. എനിക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള അറിവുണ്ട് എന്നൊക്കെ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കാണ് പ്രോഗ്രാംസ് അവിടെ ഒരു യഥാർത്ഥ സംഗതിയായി മാറുന്നത്, ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ആ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലിറ്ററേച്ചറിൻ്റെ പുറകെ തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇന്ന് ലോകത്തിലെ എല്ലാ ഈ വൈജ്ഞാനിക ശാഖയിൽ പ്രത്യേകിച്ചും ഈ സൈക്യാട്രി, ന്യൂറോ സൈക്യാട്രി എന്ന് വെച്ചാൽ കേന്ദ്ര നാഡീവ്യൂഹം, തലച്ചോറിനെ പറ്റിയുള്ള പഠനങ്ങൾ, സ്വഭാവത്തെ, ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, തലച്ചോറിൻ്റെ സ്വഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയുള്ള വലിയ അതിഗഹനങ്ങളായ പുസ്തകങ്ങൾ, അവയൊക്കെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ അതിനിർണായകമായിട്ടുള്ള ഈ രീതി, ഈ ചികിത്സാ രീതി, ഇതൊരു ചികിത്സയാണത്. ഈ ചികിത്സാ രീതിയെ അത് എത്രയും ഉയരത്തിലാണ് കാണുന്നതെന്നറിയോ. അപ്പോൾ ഞാനത് വേണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ ചില വരികൾ നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ച് നിങ്ങളത് എക്സലൻ്റ് എന്ന് പറഞ്ഞ് നിർത്തിയേക്കണ പുസ്തകങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയായിട്ട് കണക്കാക്കുകയും കൂടെ ഞാനിങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു തിരിച്ചറിവാണ്. ഒത്തിരി ആളുകളുടെ ജീവനും ജീവിതവും പ്രതീക്ഷ ഇല്ലാത്തൊരു ജീവനും ജീവിതത്തിൻ്റെ മരുന്നാണത്. അത് ലളിതമായിട്ടുള്ള മരുന്നാണെന്ന് അവർ പറയുന്നു. എക്സലൻ്റ് ആണെന്നുള്ള വാക്കാണ് പറഞ്ഞത്. എക്സലൻ്റ്, ഇറ്റ് ഈസ് എ എക്സലൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പ്രോഗ്രാമിന് നിങ്ങൾ വളരെ വളരെ മുൻഗണന കൊടുക്കണം, നിസ്സാരാക്കരുത്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ആ ഒരു പേജ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങൾക്ക് നേരിട്ട് ആ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി തരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ പുസ്തകത്തിൽ ആ ഒരു റെഫറൻസ് ആൽക്കഹോളിക്സ് അനോണിമസ് തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് തന്നെ ഉണ്ട്. ആ ഇൻഡെക്സിൽ LM ഒരു സെക്കൻഡ് 767 പേജ്. ഓക്കെ, 767. ഞാനത് വായിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. അത് മലയാളത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഈസ് ദ ഓൾഡസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച് ടു ആൽക്കഹോളിസം. മദ്യാസക്ത രോഗത്തിന് ഉള്ള ഒരു സമീപിക്കാവുന്ന ഒരു ഏറ്റവും പഴക്കമുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഈ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഫുള്ളി, അതിൻ്റെ പുറകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഫുള്ളായിട്ടും പങ്കെടുത്താൽ, എന്തുകൊണ്ടാണ് ആ വാക്ക്? ആൽക്കഹോളിക്സ് അനോണിമസിൽ വല്ലപ്പോഴും ഒന്ന് തല കാണിച്ചിട്ട് പോകലല്ല. ഈ ഫുള്ളി പാർട്ടിസിപ്പേറ്റഡ്, അതിൽ നിങ്ങൾ ഫുള്ളായിട്ടും നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് പറയുന്നുണ്ട് ആസ് എൻ എക്സലൻറ്റ് സക്സസ് റേറ്റ്. ഈ വാക്ക് വേറെ എവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആസ് എൻ എക്സലൻസ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. എക്സലൻറ്റ്, അത് അങ്ങേയറ്റത്താണ്. ഏറ്റവും വലിയ വിജയത്തിൻ്റെ ചരിത്രമാണ് ഉള്ളത്. അത് ഒരു ക്ലോസ് ഉണ്ട്, ഈ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഫുള്ളി, അതിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ. ദ കീ വേർഡ് ഹിയർ ഈസ് ഫുള്ളി. ഇത് വളരെ പ്രധാനപ്പെട്ട ആ വാക്കാണ് ഫുള്ളി. ഇതിൽ മുഴുവൻ എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കണത്, നിങ്ങൾ ഫുള്ളായിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ
കാരണം എന്താണ്, ഒരു ചികിത്സയും ഒരാൾ ഫുള്ളായിട്ട് സ്വയം സമർപ്പിക്കാതെ അത് കംപ്ലീറ്റ് ആവില്ല. ഈ പ്രോഗ്രാമും അതിന് മറ്റൊരു ഇതല്ല. അതും അതിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല. ഏത് ചികിത്സയാണെങ്കിലും ഫുള്ളായിട്ട് ചികിത്സിച്ചാലാണ് അതിൽ നിന്ന് ഗുണം കിട്ടുള്ളൂ. പ്രോഗ്രാമും അതുപോലെ തന്നെ കരുതണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളാണ്. ആ രോഗികളോട് പറയണം, പേഷ്യൻ്റ് മസ്റ്റ് ബി ടോൾഡ് ദാറ്റ് മച്ച് വിൽ ബി എക്സ്പെക്റ്റഡ് ഓഫ് ദം. അവരിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നു, അവർ പങ്കെടുക്കുന്നവരിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നു. ഇഫ് ദ പെർസിസ്റ്റ്, അവർ തുടർന്നും ഇതിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കും. ദേ വിൽ ബിക്കം സോബർ. ഉറപ്പ് പറയാണ്, ദേ വിൽ ബിക്കം സോബർ. അവർ സമാധാനമുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥരായി മാറും. വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലഹരി വസ്തുവിൻ്റെ പിടിയിൽ നിന്നും വിട്ടുനിന്ന് ഒരാൾ പ്രശാന്തമായ ഒരു മനസ്സുള്ള, ഒരു സമാധാനമുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി മാറുന്നതിൻ്റെ പരിപാടിയാണ് സോബർ എന്നുള്ള വാക്ക്. പല ആൾക്കും സോബർ എന്ന് പറഞ്ഞാൽ എന്താന്ന്, സോബർ എന്ന് പറഞ്ഞാൽ വെറും ഒരു സുബോധം എന്നല്ല അർത്ഥം. വിഷാംശമുള്ള ഒത്തിരി ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിന് കേടുപറ്റിയിട്ട് അങ്ങനെ ബോധം നഷ്ടപ്പെട്ട ആളുകൾക്ക്, അതാണ് അങ്ങനെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ബോധം തിരിച്ചു കിട്ടുന്നതിനാണ് സോബർ എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ സമാധാനം കിട്ടുന്നതിന് സോബർ എന്ന് പറയില്ല. അപ്പം ഇങ്ങനെ അയാൾ ഒരു സോബർ ആയിട്ടുള്ള പ്രശാന്തമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മീറ്റിംഗ്സ് ആർ അവൈലബിൾ അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവനും മീറ്റിംഗ്സ് ഉണ്ട്. അത് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിങ്ങൾ ഒരു വെറും ഒരു ഫോൺ കോള് ഫോൺ ഡയറക്ടറിയിൽ നോക്കി വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് സഹായത്തിനെത്തും. ആ ആളുകളോട് പറയണം, എന്ത് പറയണം, അവരെ നിർദ്ദേശിക്കണം അവരോട് ടു അറ്റൻഡ് മീറ്റിംഗ്സ് ആസ് ഫ്രീക്വൻ്റ്ലി ആസ് പോസിബിൾ. കഴിയുന്നതും മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. 90 മീറ്റിംഗ്സ് 90 ഡേയ്സ്, 90 മീറ്റിങ്ങുകൾ 90 ദിവസം. ഞാൻ ഇന്നൊരു സുഹൃത്ത് തലശ്ശേരിയിൽ നിന്ന് എന്നെ കാണാനായിട്ട് എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ നായക്കുട്ടിക്ക് സുഖമില്ല, ഞാൻ അതിനെ കൊണ്ട് ആശുപത്രി പോയേക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ്, നിങ്ങൾ കോഴിക്കോട്ട് തന്നെ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെ ഇറങ്ങിക്കോളൂ, അവിടെ ഞാൻ എത്തും. നിങ്ങളുടെ ഞാനും കുറിച്ച മരുന്നുകളെ ചീട്ടുമൊക്കെ കണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ പരിശോധന ഫലങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അത് ഞാൻ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അയാളെ മറന്നിട്ടൊന്നുമില്ല. അയാളെ 2-3 പ്രാവശ്യം ഞാൻ ഫോൺ ചെയ്തു. അയാൾ വന്നു, അയാൾ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ചാൽ അയാളുടെ ഭാര്യയുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. അയാളുടെ സംസാര ഭാഷ, ശരീരഭാഷയൊക്കെ വളരെ വളരെ ഒരു മാറ്റത്തിന് വിധേയമായ രീതിയിലായിരുന്നു. ഇപ്പോൾ 22 ദിവസമായുള്ളൂ. 22 ദിവസം അയാൾ കുറേ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആ മരുന്നുകൾ ഒക്കെ എല്ലാം ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയിലാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ഇത് വലിയൊരു ശാസ്ത്രമാണ്. ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് വെച്ചാൽ സ്വത്ത്. ഒരാൾക്ക് എന്തെങ്കിലും ലോകത്തിലൊരു സ്വത്ത് ഈ ലോകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഭൂമിയോ നിങ്ങളുടെ ധനമോ നിങ്ങളുടെ ബന്ധങ്ങളോ വലിയ വലിയ ബന്ധങ്ങളോ ഒന്നുമല്ല. ഇഫ് യുവർ ബ്രെയിൻ ഡസൻ വർക്ക് വെരി വെൽ, നമ്മുടെ തലച്ചോറ് ശരിക്കും പ്രവർത്തിച്ചില്ലെങ്കിൽ അതൊന്നും അതൊക്കെ ഒരു വിലയില്ലാത്ത സാധനമായി പോകും. അപ്പോൾ ഏറ്റവും വലിയ വിലയുള്ള നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫങ്ഷനിങ് ബ്രെയിൻ. ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറ്, ഒരു ബ്രെയിനാണ് ശരിക്കും നമ്മുടെ വലിയ സ്വത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു മാനസിക രോഗിയെ പോലെയാണ് ഇദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അറിയാതെ മലമൂത്ര വിസർജ്യങ്ങൾ വരെ കട്ടിലൊക്കെ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അവിടെയും പിന്മാറ്റ ലക്ഷണമുള്ള ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ അവിടെ മലമൂത്ര വിസർജ്യങ്ങൾ അയാളുടെ കൺട്രോളിൽ നിന്ന് പോകുന്നുണ്ട്. അതെന്താണ്? തലച്ചോറിനവിടെ രോഗം ബാധിച്ച് അതിൻ്റെ കൺട്രോളിലല്ല. അത് മലമൂത്ര വിസർജ്യങ്ങൾ തലച്ചോറിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തുപോയി. ഒരു ഗൗരവമായിട്ടുള്ള ഒരു തിരിച്ചറിവാണത്, വലിയ തിരിച്ചറിവാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് ബ്രെയിൻ ഡിസീസാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള മരുന്നുകളാണ് ഞാൻ തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മദ്യത്തോടുള്ള ആർത്തി കുറയാൻ ഉള്ള മരുന്നുകൾ, ഉദാഹരണത്തിന് നിങ്ങൾക്കെല്ലാം അറിയാവും തോന്നുന്നു, പല ആൾക്കറിയാം, വളരെ നല്ല മരുന്നുകൾ ഇപ്പോൾ നിങ്ങൾ ഈ ആർത്തിക്ക്, മദ്യത്തോടുള്ള ആർത്തി, ക്രേവിങ്ങിന് എന്ന് പറയാം, ഇംഗ്ലീഷിൽ ക്രേവിങ് എന്ന് പറഞ്ഞ ആ അവസ്ഥയ്ക്ക് നല്ല മരുന്നുണ്ട്. അത് അക്കാംബ്രോസേറ്റ് എന്ന് പറഞ്ഞ, എൻ്റെ പല സുഹൃത്തുക്കളും വന്ന് എന്നെ സമീപിച്ച സുഹൃത്തുക്കൾക്ക് അത് ഞാൻ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്, അക്കാംബ്രോസേറ്റ്. അല്ലെങ്കിൽ നാൾട്രിക്സോൺ, ഭയങ്കര കോസ്റ്റ്ലിയാണത്. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഈ 36 വർഷമൊക്കെ മദ്യചികിത്സയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന് സമയം കളയുന്നതൊക്കെ എത്ര വിഡ്ഢിത്തരാന്നോ. ഒരാളെന്നോട് പറഞ്ഞു, 36 വർഷം അദ്ദേഹം അന്വേഷിച്ച് നടക്കുമായിരുന്നു, മദ്യപാനം നിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും അതൊന്നും ശരിയാവില്ല. അപ്പോൾ ശരിക്കുള്ള മരുന്ന് ശരിയായ സമയത്ത് കഴിക്കണം. അപ്പോൾ അദ്ദേഹം ആ മരുന്ന് കഴിച്ചു. അദ്ദേഹത്തിന് വളരെയധികം മാറ്റം, 22 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം പറഞ്ഞ്, എനിക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, അതിൽ ലിവറിൻ്റെ പ്രവർത്തനത്തിൽ കുറേ പ്രശ്നങ്ങൾ, എന്താണ് അത്, അതിൻ്റെ എക്കോ ലിവറിൻ്റെ എക്കോ എടുത്തപ്പോഴത്തേക്ക് അത് ആ എക്കോയിൽ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? മദ്യം ലിവറിൽ കൂടി കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്, മദ്യം പാൻക്രിയാസിൽ കൂടി കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതിനൊരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ലൈപ്പേസ്, ഈ നമ്മുടെ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന ഒരു എൻസൈമാണ് ലൈപ്പേസ്. മദ്യം പാൻക്രിയാസിനെ ബാധിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ലൈപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം, അതിൻ്റെ അളവ് കൂടും. ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ടിൽ തന്നെ ഈ പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിന് നീർവീക്കം വന്നത് കാണാൻ പറ്റും. പക്ഷെ ഇദ്ദേഹത്തിന് എൻസൈം കൂടുതലുണ്ടായത്. അതുപോലെ ഗാമ ഗ്ലൂട്ടാമൈഡ് ട്രാൻസ്പെപ്റ്റിഡേസ്, GGT എന്ന് ഒരു പേരുണ്ട്, GGT, ഗാമ ഗ്ലൂട്ടാമൈഡ് ട്രാൻസ്പെപ്റ്റിഡേസ്. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചികിത്സയുടെ ഒരു ഭാഗമാണ്. ഈ GGT എന്തിനാണെന്നറിയോ? രോഗിക്ക് തെളിവ് കൊടുക്കണം. ഇന്നത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ സഹായത്തോട്, ഇതാ നിങ്ങൾക്ക് ഈ രോഗമുണ്ട് എന്നുള്ള ഉറപ്പിച്ച് പറഞ്ഞ് ആ തെളിവ് കൊടുത്തിട്ടുള്ള ഒരു ചികിത്സയാണ്. അല്ലാതെ വെറുതെ ഒരാൾ മദ്യം കഴിച്ചെന്ന് വിചാരിച്ചത് നമുക്ക് മദ്യപാന രോഗമുണ്ട്, അങ്ങനെയല്ല. അയാൾക്കത് വിശ്വസിക്കണമെങ്കിൽ ആ ടെസ്റ്റ് അവിടെ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ GGT ഒരു സാധാരണ ഇതിൽ 50 വരെ പോവാം. 50 കഴിഞ്ഞ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ 100% മദ്യപാന രോഗത്തിന് അടിപ്പെട്ട ഒരു വ്യക്തിയാണ്, മദ്യത്തിന് അടിപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു ഉറപ്പാണത്. അപ്പോൾ അത് കൂടി. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇതാ ഇത് സംഗതി ഇന്നത് കൂടിയിട്ടുണ്ട്, ഫാറ്റി ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്, അത് വേറൊരു സംഗതിയാണ്. അപ്പം ഇങ്ങനെ പലതരം എവിഡൻസ്. അതുപോലെ കാൽസ്യത്തിൻ്റെ ലെവല് ചിലപ്പോൾ കൂടും, യൂറിക് ആസിഡിൻ്റെ ലെവല് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തത്തിൽ കൂടും. ഇതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു ഭാഗം കൂടിയാണ്, പകർച്ചവ്യാധികളല്ലാത്ത രോഗത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇതൊക്കെ പല അളവിലും പല തരത്തിലും പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞത് തുടക്കക്കാരൻ്റെ കരൾ രോഗത്തിൻ്റെ കാര്യമാണ്. അതേസമയം
15 വർഷം 20 വർഷം അയാൾ ലിവർ സിറോസിസ് ആണ്, മരിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അപ്പൊ സമയം കഴിഞ്ഞു പോയത്, അയാൾക്ക് അധികകാലം ജീവിക്കാനില്ല. അത് സമയം എത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നൊരു ചികിത്സയാണത്. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ അയാള് നേരത്തെ ശരിയായിട്ടുള്ള ചികിത്സ, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാളുടെ തലച്ചോറിൽ അല്പമെങ്കിലും ബുദ്ധി, ജനറൽ ഇന്റലിജൻസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പോഴാണ് വളരെ രസകരമായിട്ടുള്ള വേറെ കാര്യം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടിയന്മാരായിട്ടുള്ള അല്ലാതെയുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ, ഇത്ര മരുന്നുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ട്, എത്ര മരുന്നാ കഴിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര കുഴപ്പമല്ലേ? ഉം. മദ്യാസക്ത രോഗത്തിൽ മരിച്ചു പോകുന്നത് ഈ മരുന്നുകളൊന്നും ആയുഷ്കാല ഒരു രോഗചികിത്സയല്ല. അയാളുടെ പിന്മാറ്റ ലക്ഷണം ശരീരം അയാളെ മുറുക്കി പിടിച്ചേക്കുവാണ്, മദ്യം അയാളെ കയറി പിടിച്ചേക്കുവാണ്. പിടിവിടാതെ അയാളുടെ തലച്ചോറിനെയും മനസ്സിനെയും ശരീരത്തെ എൻ്റെ പ്രവർത്തനത്തിനെയും എല്ലാത്തിനെയും മദ്യം ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുവാണ്, ഇറുകി പിടിച്ചേക്കുവാണ്. അപ്പൊ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനായിട്ട് അയാൾക്ക് ഈ പറഞ്ഞില്ലേ 90 മീറ്റിങ്ങുകൾ, ഈ 90 മീറ്റിങ്ങുകളുടെ ഗുണം എവിടെയാണെന്നറിയാമോ? ബ്രെയിനിലാണ്. ബ്രെയിനിൽ അയാൾ വെറും 22 ദിവസമായുള്ളൂ. ഈ 90 മീറ്റിങ്ങുകൾ എന്തിനു വേണ്ടിയാണ്? 90 ദിവസം ബ്രെയിനിലേക്ക് മദ്യം കടന്നു എന്ന് ഉപദ്രവമുണ്ടാക്കി, അതിൻ്റെ പ്രവർത്തനത്തിന് തകരാറുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രലോഭനം, നിയന്ത്രണം ഉണ്ടാക്കി, നിരന്തരം ഉണ്ടാക്കി. പ്രലോഭനം എന്ന് വെച്ചാൽ ദിവസവും മദ്യം ഉപയോഗിക്കാനുള്ള ഒരു പ്രലോഭനം ഉണ്ടാക്കി നിരന്തരം മുന്നോട്ട് പോവുക. അതിൻ്റെ പിടിയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതിനയാൾക്ക് മരുന്നുകൾ, ഔഷധങ്ങൾ തീർച്ചയായിട്ടും വേണം. അതാണ് ശരിയായ ചികിത്സ. അപ്പോൾ അവിടെയാണ് കത്തി വെച്ചേക്കണേ. ആര്? മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും മറ്റാൾക്കാരും എന്താ പറയണേ? എന്ത് ഇത്ര മരുന്നുകൾ കഴിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇയാളുടെ ഈ ആർത്തി, ക്രേവിങ് കുറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അയാൾക്ക് പെട്ടെന്ന് റിക്കവറി വരും. അയാളുടെ ശരീരത്തിലെ വൈറ്റമിൻ B1 ഫോളിക് ആസിഡും 80% വരെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് 80% നിന്നും പെട്ടെന്ന് തന്നെ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ആ കുറവ് നികത്തി ആ ബ്രെയിൻ ശരിയാവാനായിട്ട് അയാൾക്ക് ബെൻഫോതയമൈൻ, വൈറ്റമിൻ B1, ഈ വൈറ്റമിൻ B1 നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ച് അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അതിൻ്റെ കുറവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് മെച്ചപ്പെടുത്തും. മദ്യാസക്ത രോഗത്തിലെ ഏറ്റവും ഗതി നിർണയിക്കുന്ന ഒരു ചികിത്സയാണത്. കാരണം പല ആൾക്കാർക്കും ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം വന്നിട്ട് സൈക്യാട്രിക് ഇൽനസ്, മനോരോഗത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു, സൈക്കോസിസിലേക്ക്, ഭ്രാന്തിലേക്ക് പോകുന്നു. അതിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നൊരു വിറ്റാമിനാണ് വൈറ്റമിൻ B1, അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഫോളിക് ആസിഡും. ഇതുകൂടാതെ മറ്റു വൈറ്റമിൻസ്, ബി വൈറ്റമിൻസിലും നിക്കോട്ടിനിക് ആസിഡ്, അതുപോലെ തന്നെ B12 സൈനോകൊബാലമിൻ, ഇങ്ങനെയൊക്കെയുള്ള ബി വൈറ്റമിൻസും മദ്യാസക്ത രോഗത്തിൽ കുറഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തലച്ചോറ് മെച്ചപ്പെടും. അപ്പോൾ ഇദ്ദേഹത്തിന് ആ മരുന്നുകളെല്ലാം ഞാൻ കൊടുത്തു. അപ്പോൾ ഇതൊന്നും അവർക്കറിയാൻ പാടില്ല, ഉപദേശിക്കുന്ന ആളുകൾക്ക് ഇതറിയാൻ പറ്റൂല, ഈ സംഗതി, ഇതിനൊക്കെ എന്താണ് പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ ഇത് കൂടാതെ അദ്ദേഹത്തിന് ഇത് മദ്യത്തോടൊരു വിരക്തി തോന്നാൻ, അതിനെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട്, അവേർഷൻ, ഒരു വെറുപ്പ് തോന്നാനുള്ള ഒരു മരുന്ന് കൂടി കൊടുക്കണം. പല ആൾക്കും അങ്ങനെയുള്ള മരുന്ന് കൊണ്ട് അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മരുന്ന് കൊടുത്തു. ആ മരുന്നുകളുടെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരളവിൽ അയാൾ ഈ പ്രോഗ്രാമിൽ 90 ഡേയ്സ് ആകുമ്പോൾ അയാളുടെ ബ്രെയിൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് റിക്കവറിയുടെ പാതയിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാതയിലെത്തും. എത്ര വളരെ നല്ലൊരു ഉപദേശമാണ് നമ്മൾ പഴമക്കാരായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് 90 മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യൂ എന്ന് ഒരു പുതുമക്കാരനോട് പറഞ്ഞിട്ടുള്ളത്.
ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ പുസ്തകത്തിൽ വിദഗ്ധർ പറഞ്ഞു 90 days ആ മീറ്റിംഗ് നീ അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞേക്കണ എന്താണ്? ഐഡിയലി അറ്റൻഡിങ് 90 meetings in 90 days and to get an AA sponsor. എത്രയും പെട്ടെന്ന് ഒരു AA സ്പോൺസറെ കണ്ടുപിടിക്കൂ. നിങ്ങൾ അവരെ എതിർക്കുവാണെങ്കിൽ, എനിക്ക് അതിനൊന്നും പറ്റില്ല, എനിക്ക് സമയമില്ല, എനിക്കങ്ങനെ മീറ്റിങ്ങിനൊന്നും നടക്കാനൊന്നും പറ്റില്ല എങ്കിൽ അവരോട് സമാധാനമായിട്ട് മെല്ലെ പറയുക, ക്ലിയർ വ്യക്തമായ ഭാഷയിൽ അവരോട് പറയുക, അവർക്ക് വളരെ മാരകമായിട്ട് അധപ്പതനത്തിലേക്ക് നടക്കുന്ന ഒരു ഫേറ്റൽ ഡിസീസ്, മരണത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു രോഗം അവർക്കുണ്ട്. അപ്പോൾ ഇതിൽ വേണ്ടി ചെലവഴിക്കുന്ന അവരുടെ ഈ സമയം, ഈ വിലപ്പെട്ട സമയം, അത് ജീവിച്ചിരിക്കാൻ അവർക്ക് സഹായകരമായിരിക്കും. ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ വേണ്ടി അത്ര ഗൗരവത്തിലാണ്. മനസ്സിലായോ? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പുതുമക്കാരൻ എയിൽ വരുമ്പോൾ മനസ്സിലാക്കുന്നത്, എനിക്ക് ജീവിച്ചിരിക്കാനുള്ള ഉപദേശങ്ങളാണിതെല്ലാം. അപ്പോൾ ഓരോ മീറ്റിങ്ങിലും അങ്ങനെ സമയം ചെലവഴിക്കുന്നത് അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ളൊരു പരിപാടിക്ക് വേണ്ടിയാണ്. അതുപോലെ അവരുടെ കരിയർ, അവരുടെ ജോലി, അവരുടെ ബന്ധങ്ങൾ അത് നശിച്ചു പോകാതെ, അത് ഭസ്മമായി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം കൂടിയാണത്. അവരുടെ ജോലി പോയാൽ എല്ലാം പോയില്ലേ? ജോലി പോയാൽ ജീവിതം തന്നെ പോയില്ലേ? വാസ്തവത്തിൽ ഒരു കുടുംബത്തിൻ്റെ തന്നെ വരുമാനം ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉപദേശിച്ചേക്കണത്. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യത്തിൽ ഈ വൈറ്റമിൻ B1 കാര്യം ഞാൻ ഒന്നും കൂടി പറയുകയാണ്. വൈറ്റമിൻ B1 ഒരു മദ്യാസക്തൻ ശരിക്കും ഭക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ആയിട്ടും ഉപയോഗിച്ചില്ലെങ്കിൽ അയാൾക്ക് കൊർസാക്കോ എന്ന് പറഞ്ഞ ഡോക്ടറാണ് അത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ മാനസിക രോഗത്തിൻ്റെ പേര്. കോഴ്സാക്കോസ് സൈക്കോസിസ് എന്ന് പറഞ്ഞ മാനസിക രോഗം ഉണ്ടാവും. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നർത്ഥം. അപ്പോൾ ശരിയായ രീതിയിൽ അയാൾക്ക് ഇങ്ങനെ ഒരു ചികിത്സ കിട്ടും. അങ്ങനെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ശരീരം മെച്ചപ്പെടും, നല്ല ഭക്ഷണം കഴിക്കും, നല്ല രീതിയിൽ ഉറക്കം ഉണ്ടാവും, അയാൾക്ക് സോബറിറ്റി പെട്ടെന്ന് തിരിച്ചു കിട്ടും. അങ്ങനെ അയാൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ന് ആ സുഹൃത്തിന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പറ്റിയത്. അതുപോലെ അതിൻ്റെ വിരോധാഭാസം, ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ആളുകളുടെ ഉപദേശങ്ങൾ, ഇതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പം ഈ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളൊക്കെ അതിനിർണായകമാണ്. ഇപ്പോൾ വെറും 22 ദിവസമായുള്ളൂ. അയാളോട് നമ്മളെ ഈ ന്യൂറോളജിസ്റ്റുകളൊക്കെ പറഞ്ഞ അതേ ഉപദേശം തന്നെ ഞാനും പറയാം. 90 മീറ്റിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അയാൾ ഇതുവരെയായിട്ട് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അയാൾക്കൊരു പ്രാഥമിക ചികിത്സ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതാണ് മദ്യാസക്ത രോഗത്തിൻ്റെ ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുടുംബം, ഇന്ന് അയാൾ അവിടെ വന്നപ്പോൾ അയാളുടെ കൂടെ അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടിയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മദ്യപാന രോഗിയെ മാത്രമല്ല കാണേണ്ടത്. അയാളുടെ കുടുംബം, അയാളുടെ കുട്ടികൾ, ബന്ധങ്ങൾ, അയാളുടെ ജോലി. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഭാര്യ പറഞ്ഞു, ഇതാ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞു, ഒരിക്കലും 90 ദിവസം കഴിയാതെ വണ്ടി എടുത്ത് ഓടിക്കാനേ പാടില്ല. ഇപ്പോൾ അയാൾ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്ന് പൈസ ചിലവാക്കാതെ ഉള്ള ഒരു ചികിത്സയിലാണ് ഇപ്പോൾ. സ്വന്തം തിരിച്ചറിവിൽ നടത്തുന്ന ചികിത്സയാണ്. അതിൽ ഭാര്യ വലിയൊരു സപ്പോർട്ടറാണ്. ഭാര്യയ്ക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ സ്ത്രീ അലനോൺ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീക്ക് വിഷാദരോഗം പിടിപെട്ടിരുന്നു. ആ വിഷാദരോഗം വളരെ കൂടിയാലുള്ള പരിപാടി നമുക്കറിയാവോ? വിഷാദരോഗം വളരെ ശക്തമായി കഴിഞ്ഞാൽ ഒരു സൂയിസൈഡൽ ഐഡിയേഷനാണ്. അതൊരു എമർജൻസിയാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മൾ
പ്രോഗ്രാമിൽ കാരൻ മാത്രമല്ല, ഒരു വിശാലമായൊരു ലോകം അയാളുടെ മുന്നിൽ കാണണം. അത് അയാളുടെ ഭാര്യ, അയാളുടെ ബന്ധുജനങ്ങൾ, കുട്ടികൾ, അയാൾക്ക് അടങ്ങുന്ന അയാളുടെ കുടുംബം, അയാളുടെ അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരന്മാരൊക്കെ, അയാളുടെ ഭാര്യയുടെ ബന്ധുക്കൾ, അങ്ങനെ ഒരു ജനം അവിടെ ഉണ്ട്. അതുകൂടാതെ അയാളുടെ ആ ജോലി സ്ഥലത്തെ സുഹൃത്തുക്കൾ, അങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് സംഭവിക്കുന്ന നഷ്ടം, ഇതൊക്കെ അയാളുടെ മനസ്സിലുണ്ടാകണം. അപ്പം അങ്ങനത്തെ ഒരു സമൂഹം തന്നെ അപ്പുറത്തുണ്ട്. ഇതിനൊക്കെ കൂടി വേണ്ടിയാണ് ഒരാൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ മീറ്റിംഗ്, ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആ മീറ്റിംഗ് ഇനി അത് മുമ്പോട്ട് പോകണമെങ്കിൽ അയാൾക്ക് നല്ലൊരു ഓണസ്റ്റി, ഒരു സത്യസന്ധത വേണം. അയാൾക്ക് അത് ബോധം വേണം. ആ ബോധത്തിന് ഉള്ളിൽ പ്രവർത്തിക്കാൻ ബുദ്ധി വേണം, തുറന്ന മനസ്സ് വേണം, ധാരാളം വിശ്രമവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അയാൾക്ക് വേണം. അയാൾക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെയുള്ള ജീവിതം അയാൾ ആസ്വദിക്കുകയും കൂടി ചെയ്യണം. അയാളുടെ ജീവിതം ആസ്വാദനത്തിന് ഏറ്റവും വലിയ ഒരു പങ്ക് അയാളുടെ ജീവിതത്തെ തിരിച്ചറിയാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ഫിലോസഫിക്കൽ തോട്ട്സ്, അതായത് ദർശനപരമായിട്ടുള്ള, തത്വചിന്താപരമായിട്ടുള്ള ചില ദർശനങ്ങൾ അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് അത് ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന അയാൾക്ക് കേൾക്കാം. ആ ദർശനങ്ങൾ മുൻനിർത്തി ചില ആൾക്കാർ ജീവിതത്തിനൊരു പാഠം ഉണ്ടാക്കിയെടുത്ത് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിനെ പറ്റിയൊക്കെയുള്ള സംഗതികൾ കേൾക്കാം. അയാൾക്ക് എന്തുകൊണ്ടും അയാൾക്ക് ജീവിതം ഒരു പുതിയ സംഭവമായിട്ട് മാറും. അയാളുടെ അറിവിന് ശക്തി ഉണ്ടാവും. അയാൾ കഴിവുള്ളവനാണെന്ന് അയാൾക്ക് മനസ്സിലാവും. ആ കഴിവ് താൻ എവിടെയോ കളഞ്ഞു. തൻ്റെ അഹന്തയുടെ ഉള്ളിൽ, തിരിച്ചറിവില്ലായ്മയുടെ ഉള്ളിൽ തൻ്റെ കഴിവുകൾ എവിടെയോ പോയി. അപ്പോൾ ഒരു വടംവലി നടന്നു അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഒരു കൂട്ടം ആൾക്കാർ അയാളെ ഇങ്ങനെ തെറ്റായ ഉപദേശങ്ങളിൽ കൂടി അയാളെ പിന്തിരിപ്പിക്കുകയും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, അയാളുടെ സ്വന്തം രക്തബന്ധം, അതുകൂടാതെ തിരിച്ചറിവുള്ള അയാളുടെ ഭാര്യ, അയാൾക്ക് വേണ്ടപ്പെട്ടവർ അയാളെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ മറ്റവരങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് എത്രയോ ആളുകളുടെ ജീവിതം തകർത്ത് കളയുന്നവരുണ്ട്. എത്രയോ ആൾക്കാരുടെ ജീവിതം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞാലായിട്ട് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. ഈ വടംവലി, അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നതും ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നതും, ഈ വടംവലിയിൽ നമ്മൾ ജയിക്കേണ്ട കാര്യം, നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യം, അത് മറന്നുപോകാൻ പറ്റില്ല. ഓരോ പുതുവർഷവും ഓരോ വർഷം അവസാനിക്കുന്നതും ഒരു പുതിയ വർഷം തുടങ്ങുന്നതും, ഒരു ഓണവും ഒരു വിഷുവും ഒരു ക്രിസ്തുമസും പെരുന്നാളും ഒക്കെ അയാൾക്ക് ജീവിതത്തിൻ്റെ പരീക്ഷണമായിരിക്കും. മരണത്തിലേക്ക് ഒരു ചവിട്ടുപിടിയും കൂടിയായിരിക്കും. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിൽ വരുമ്പോൾ അയാൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട്. പ്രോഗ്രാം അയാൾ ശരിക്കും ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, 12 പടികൾ വളരെ വിശദമായിട്ട് അയാൾക്ക് ഒരു ദർശനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. ഒരു അടിസ്ഥാന ദർശനം. 12 പടികൾ മാത്രമല്ല, എയുടെ ഫ്രെയിം വർക്ക്, എയുടെ ചട്ടക്കൂട്, അത് കൂടിയാണ് എല്ലാ ദിവസവും ഒരു മീറ്റിംഗ് തുടങ്ങുന്നത്. ഒരു മീറ്റിംഗ് എല്ലാ ദിവസവും പുതിയതായിട്ട് ആൾക്കാർ പ്രത്യേകം മനസ്സിലാക്കി ഞാൻ പറയാം. എയുടെ ഒരു പുതിയ മീറ്റിംഗ് ഓരോ മീറ്റിംഗും തുടങ്ങുന്നത് ഈ ചട്ടക്കൂട് ആവർത്തിച്ചുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ് ഈ ഒരു ആയുസ് മുഴുവനും ഒരു മാനസിക രോഗത്തിൻ്റെ ചികിത്സ നടക്കുന്നതും, സ്വഭാവം മാറ്റിമറിക്കപ്പെടുന്നതും, മാനസാന്തരം വരുന്നതും, ജീവിതം തിരിച്ചു പിടിക്കുന്നതും ഒക്കെ ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ചട്ടക്കൂട്.
ഫ്രെയിം വർക്ക് എന്ന് പറയും. അപ്പോൾ ഈ ഫ്രെയിം വർക്കിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഒന്നും കൂടി പറയുകയാണ്. ഈ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ വാക്കുകളും അടങ്ങിയിട്ടുണ്ട്. ഈ ചട്ടക്കൂടിൽ ഫ്രെയിം എന്ന് പറഞ്ഞ വാക്കിൽ എഫ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക, ഫോളോ ഓൺ, പിന്തുടർന്നുകൊണ്ടിരിക്കുക. അല്ല ഇന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ച് ഇനി നാളെ ഇല്ല, മറ്റന്നാളില്ല, അതിൻ്റെ അടുത്ത ദിവസം ഇല്ല, പിന്നെ ഇല്ല, 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 പോയി സംഗതി. പിന്തുടരുക. കാരണം അത്രമാത്രം തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോയൊരു രോഗമാണത്. അത് എത്രമാത്രം ഓർമ്മിപ്പിച്ചാലും ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് ഈ ചട്ടക്കൂട് എല്ലാ ദിവസവും. പല ആൾക്കാരും ഈ പ്രോഗ്രാമിൽ വന്നിട്ട് എല്ലാ ദിവസവും ഈ പ്രാർത്ഥനയും ഈ പടികളും 12 പടികളും 12 ട്രഡീഷൻസ് ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ആൾക്ക് എന്തോ ഒരു തരം വല്ലാത്തൊരു അരോചകത്വം തോന്നും. കാരണം വെച്ചാൽ അത് അത്രമാത്രം ആവശ്യമാണ് ഈ ഫ്രെയിം വർക്ക്. എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നണം, അന്നത്തെ കാലത്ത് ഏകദേശം ഇപ്പോൾ 89 വർഷം ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് ഇത്രമാത്രം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരമായ രോഗമല്ലേ ഇത്. അത്രമാത്രം ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്ന് അവർക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഈ ചട്ടക്കൂട് എല്ലാ ദിവസവും ഇങ്ങനെ വായിച്ച് ഒരാളെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? അത് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് വായിക്കുന്നത്. പിന്തുടരുക. ആ പിന്തുടരാണ് ഈ ചട്ടക്കൂടിൽ നടക്കുന്നത്. ഓരോ മീറ്റിങ്ങും ഓരോ പ്രോഗ്രാം ഒരു കാര്യപരിപാടിയാണ്. അതുപോലെ എന്തിനു വേണ്ടിയത്? അത് റിപ്പയർ വർക്ക് നടത്താനാണ്. തലച്ചോറിലുള്ള റിപ്പയർ വർക്ക് നടത്താനാണ്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ, ഉത്തരവാദിത്വം ഉണ്ടാക്കി കൊടുക്കാൻ. ഇതുവരെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാക്കി കൊടുക്കാനാണ്. അതൊരു തിരിച്ചുവരവിനുമാണ്, റിക്കവറിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ എല്ലാം അത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അയാൾക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളാണ്. വെറുതെ ഈ പൈങ്കിളി കഥയോ പൈങ്കിളി സിനിമയുടെ സംഗതിയൊന്നുമല്ല. ഇത് അതിഗൗരവമായിട്ടുള്ള സംഗതികൾ ആണ്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയിലും കൂടി അയാളുടെ മുമ്പിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. വെറും പൈങ്കിളി കഥയല്ല. അങ്ങനെ അയാൾക്ക് ഇഷ്ടംപോലെ പൈങ്കിളി കഥകൾ നമ്മുടെ നാട്ടിൽ 10 രൂപ കൊടുത്താൽ വീക്കിലി കിട്ടും. അതല്ല ഇത് ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിൽ അയാൾക്ക് ആ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും ശരിക്കും അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഉപദേശം എന്നുള്ളത് ആരും ഉപദേശിക്കാതെ ഒരു ഉപദേശത്തിൻ്റെ ഉള്ളിൽ എന്താണ് അന്തർലീനമായിട്ടുള്ളത്, അതിൻ്റെ ജീവിതം, അത് അയാൾക്ക് പിടികിട്ടും. ഒരു മധ്യാസത്തിന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഉപദേശമാണ്. ഇവിടെ ഉപദേശം അയാൾക്ക് കിട്ടുന്നില്ല, ഇത് അനുഭവമാണ് അയാൾക്ക് കിട്ടുന്നത്. ആ അനുഭവം അയാൾക്ക് ഏറ്റവും വലിയ, അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള ഒരു ഉപദേശം ആയിട്ട് സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ ഉപദേശം ഇല്ലാത്ത ഉപദേശമാണത് അയാൾക്ക് കിട്ടുന്നത്. അതുപോലെ അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാവും. മീനിങ് ദിസ് ലൈഫ് ഈസ് മീനിങ് ഫുൾ. നമ്മുടെ ഈ ജീവിതം ഒരു അർത്ഥസമ്പൂർണമായിട്ടുള്ള ഒരു സംഗതി ആണെന്ന് മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാകുന്നത്? അവിടെയാണ് ആ മനസ്സിലാക്കേണ്ട അടിത്തറ എന്താണെന്ന് വെച്ചാൽ ബന്ധങ്ങളാണ്. അയാൾക്ക് ആദ്യമായിട്ട് ചിലപ്പോൾ സ്നേഹം എന്താണെന്നും ത്യാഗം എന്താണെന്നും ഒരു മനുഷ്യൻ പരിഗണിക്കുന്നത് എന്തിനാണെന്നും അയാൾക്ക് രക്തബന്ധമോ ഒന്നുമില്ലാത്ത ആളുകൾ അയാളെ എന്തിനു പരിഗണിക്കുന്നു, എന്തിനു സ്നേഹിക്കുന്നു. ഇതുവരെ അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു പൊള്ളയായ മനസ്സായിരുന്നു, വെറും പൊള്ളത്തരങ്ങൾ. നമ്മുടെ നമ്മളെ മിമിക്രിയിലുള്ള അയാൾ ഉണ്ടല്ലോ, അയാൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഒരു മദ്യാസക്തൻ്റെ വാക്കുകൾ പൊള്ളത്തരാണോ, ഹോളോ, കഴമ്പില്ല, വെറും ഹോളോ.
പൊള്ളത്തരം. അയാളെ മിമിക്രി എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അത് മിമിക്രി ആണെന്ന് തന്നെ തോന്നൂല. കാരണം ഒരു മധ്യാസത്തിന് പറയുന്ന വാക്കുകൾ എത്രമാത്രം പൊള്ളത്തരാണെന്ന് അയാള് ഏതൊരു മനസ്സിന്റെ ഉള്ളിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അയാൾ ആ മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട്. പൊള്ളത്തരം, പൊള്ളയായ വാക്കുകൾ, അങ്ങനെയുള്ള അഭിനയങ്ങൾ, ഗീർവാണങ്ങൾ, അതൊക്കെ അയാളുടെ മിമിക്രി കണ്ടാൽ മതി മനസ്സിലാവും. പൊള്ളയായ ജീവിതം അവിടുന്ന് മാറി ഇത് ഗൗരവമുള്ള മീനിങ് ലൈഫ്, ഒരു അർത്ഥമുള്ള ഒരു ജീവിതം ആയിട്ട് മാറും. പിന്നെ അവസാനത്തെ അക്ഷരം ആണ് ഇ എന്ന് പറയുന്ന അക്ഷരം, എമ്പതി എന്ന് പറയും. അത് ഈ എമ്പതി ഇല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ആവില്ല എന്നാണ് പറയണത്. മനുഷ്യത്വം എന്നുള്ളതിൽ ഏറ്റവും വലിയ നമ്മൾ പ്രോഗ്രാമിലെ മനുഷ്യത്വം എന്നുള്ളത് തന്നെയാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എയിലുള്ള സംഗതി മനുഷ്യത്വമാണ്. അത് നിങ്ങളെ ആരുമല്ലാത്ത ഒരാൾ സ്നേഹിക്കുന്നതും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരുന്നതും അയാൾ ഇതിൽ അനുഭവത്തിൽ കൂടി കടന്നു പോയതും അതിൻ്റെ ഓർമ്മയിൽ അയാൾ ഇതൊക്കെ ചെയ്യുന്നതും അതൊക്കെ മനുഷ്യത്വം തന്നെയാണ്. അതാണ് അനുതാപത്തിൻ്റെ ഇത്. എത്രയോ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഈ പ്രോഗ്രാമിലൊന്നും വരാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു അനുതാപത്തിൻ്റെ ഒരു ഇതുണ്ട് കിട്ടും. അത് ആ മനുഷ്യൻ അതെല്ലാം മറന്നങ്ങനെ ചെയ്യും. അത് ഈ കോഴിക്കോട് ഒരിക്കൽ വലിയ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ അയാളവിടെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാളവിടെ ബോധം കെട്ട് വീണ് മരണത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് പുറത്തു നിന്നൊരാൾ അവിടെ ചാടി ഇറങ്ങി, ഒന്നും ആലോചിച്ചില്ല. ആ ചാടി ഇറങ്ങിയ ആളും അവിടെ കിടന്ന് മരിച്ചു. വിഷവാതകം ശ്വസിച്ചിട്ടാണ് മരിച്ചവർ. അപ്പോൾ ആ മനുഷ്യനോടുള്ള ആ ഒരു ഏറ്റവും ശുദ്ധമായിട്ടുള്ള ആ ഒരു ത്യാഗം, സ്വന്തം ജീവൻ എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ അങ്ങ് ചാടിയേക്കുവാണ്. അതാണ് അത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒരാള് സഹായിക്കാൻ വേണ്ടി ഒരു മധ്യാസത്തിന് അങ്ങനെ ചെയ്യണം എന്ന് പറയണം. ഒരു അനുതാപം അയാളുടെ ഉള്ളിൽ നിന്ന് വരണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ ശരിയായ ഇതിൽ എടുക്കണം. അല്ലാതെ എല്ലാത്തിനും ചെന്ന് ചാടണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ബുദ്ധിപൂർവ്വം തന്നെ പെരുമാറണം. പക്ഷെ അത്രമാത്രം ഒരു സ്പിരിച്വൽ, ശുദ്ധമായ ഒരു ആയിരുന്നു ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതൊക്കെ ഉണ്ട്. എത്രയോ ആൾക്കാർ അതൊക്കെ എൻ്റെ വീട്ടിൽ വന്ന ഏക്കാരൊക്കെ ധാരാളം പേര് പണ്ട് ഒരു കാലത്ത് ഞാൻ ക്രിസ്റ്റിയായിട്ടൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഈ ഇന്ത്യയിലുള്ള പല ആളുകളും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഏക്കാർ, അവരുടെ ഭാര്യമാർ, മക്കൾ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്, അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ ഈ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ അവിടെ അന്നത്തെ പ്രോഗ്രാമിൻ്റെ ഇന്ത്യയിലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റ്, പ്രോഗ്രാമിന് ഇന്ത്യയിലെ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർക്കറ്റിൽ പോയി, അദ്ദേഹം മത്സ്യം കഴിക്കില്ല, പക്ഷെ ഇവർ മത്സ്യം വാങ്ങിച്ചുകൊണ്ടുവന്ന് മത്സ്യമൊക്കെ ഉണ്ടാക്കി നമുക്ക് മത്സ്യക്കറിയൊക്കെ ഉണ്ടാക്കി തന്നൊക്കെ ഞങ്ങൾ ഓർക്കും. ഞാനും എൻ്റെ സുഹൃത്ത് സണ്ണിയൊക്കെ അവരുടെ ആ ബോംബെയിലുള്ള ആ 29 നിലയുള്ള കെട്ടിടത്തിലെ ആ 15ാമത്തെ നിലയിൽ ഞങ്ങളവിടെ ഇരുന്നതും സംസാരിച്ചതും അദ്ദേഹത്തിൻ്റെ ഡൈനിങ് റൂമിൽ നിറയെ ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിലക്കൂടിയ മദ്യങ്ങൾ ഇപ്പോഴും കുപ്പിയിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ഒരു കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് അത് വേണമെങ്കിൽ പിടിച്ചെടുത്ത് കുടിക്കാവുന്നതും അതിൻ്റെയൊക്കെ ഇത് അത്ഭുതപ്പെട്ട് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്. അതൊക്കെ പ്രോഗ്രാമിനെ അറിഞ്ഞുകൊണ്ട് എനിക്ക് അതൊക്കെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയേക്കണത്. അപ്പോൾ ഒരാൾ എത്രമാത്രം
ത്യാഗം ഉം, ആണ് അനുഭവിക്കുന്നത്. എത്രമാത്രം കരളുറപ്പ്, ചങ്കുറപ്പ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ഒരു അലമാരി മുഴുവന് ലോകത്തിലെ ഏറ്റവും മുന്തിയ മദ്യങ്ങൾ അതടങ്ങിയിട്ടുള്ള കുപ്പിയിൽ അവിടെ അനങ്ങാതിരിക്കുന്നു. അയാളുടെ സോബറിറ്റിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ട്. ഇതൊക്കെ വലിയ സംഭവങ്ങളായിരുന്നു. അപ്പം ഇങ്ങനെ പ്രോഗ്രാമിലൊക്കെ വന്നതും അതിൻ്റെയൊക്കെ ഓർമ്മ എനിക്കുണ്ട് ഇപ്പോഴും. അപ്പോൾ 12 പടികൾ വളരെ ലളിതമാണ്. പുതുമക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം. വളരെ രസകരമാണ്. അതിലൊക്കെ ഒത്തിരി ഗൗരവമുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഡോക്ടർമാരിങ്ങനെ പറഞ്ഞത്. ഡോക്ടർമാർ പറഞ്ഞില്ലേ, നിങ്ങൾ മരിക്കാതിരിക്കാൻ, നേരത്തെ ഉള്ള ഒരു മരണത്തെ ഒഴിവാക്കാൻ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വായിലേക്ക് പോകുന്ന ഭക്ഷണം ലഭിക്കുന്ന നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ ബന്ധങ്ങൾ നിലനിൽക്കാൻ, അതിനു വേണ്ടിയാണ് ഉദ്ദേശിച്ചേക്കണത് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം അത്ര ഗൗരവമായിട്ട് അത് എടുക്കുക. ഒന്നാമത്തെ പടി പറയുന്നു, മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അതെങ്ങനെ പറയാൻ പറ്റും? അത് തെളിവുണ്ടല്ലോ, ജീവിതം തന്നെ എൻ്റെ തെളിവാണ്. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തി ഇല്ലാത്തവരാണെന്നതിൻ്റെ തെളിവ് അവിടെ ഉണ്ട്. തെളിവ് ജീവിതമാണ്. ജീവിതം എന്തായി? ജീവിതം അനിയന്ത്രിതമായി പോയി. ജീവിതം കൊണ്ടു നടക്കാൻ പറ്റാത്തതായിപ്പോയി. ജീവിതം എന്ന് പറഞ്ഞ സാധനം മാനേജ് ചെയ്ത് കൊണ്ടു നടക്കണമല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ജീവിതം 100%, എൻ്റെ ജീവിതം 100% ഞാനൊരു പുണ്യവാളനോ ഒരു പരിശുദ്ധനോ ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അർത്ഥം എന്ന് വെച്ചാൽ മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ് എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗത്തിന് മുന്നിൽ നമ്മൾ ശക്തിഹീനരാണ്. അതതിൻ്റെ തെളിവാണ്. പല ആൾക്കും ഈ സംശയമാണ് എപ്പോഴും. ഇങ്ങനെ എന്താണ് ഇത്? എവിടെയാണ് തെളിവ്? തെളിവ് ജീവിതമാണ്. അതുപോലെ ഈ രണ്ടാമത്തെ പടി, ഈ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ പടി വളരെ സൂക്ഷിക്കേണ്ട ഒരു പടിയാണ്. പലപ്പോഴും ഈ മനുഷ്യരാശി ഏറ്റവും കൂടുതൽ വിഭജിച്ചിരിക്കുന്നത്, ഏറ്റവും ഇങ്ങനെ തുണ്ടമാക്കി വിഭജിച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള സംഗതിയാണ് ഈ ചില ആശയങ്ങൾ, ചില മതങ്ങൾ ഒക്കെ തന്നെ അങ്ങനെ ഉപദ്രവം ഉണ്ടാകും. ഇതിലുള്ളത് മതാതീതമായിട്ടുള്ള ഒരു വലിയ ശക്തിയാണ്. അത് വരുമ്പോഴത്തേക്കും ആ ചിന്ത ഇല്ലാത്ത ഒരാൾക്ക് ഈ പ്രോഗ്രാം അത്ര ശരിക്ക് വർക്കൗട്ട് ആവില്ല. അത് മതത്തിനേക്കാളും വളരെ വളരെ ഉയരത്തിൽ അത്യുഗ്രമായിട്ടുള്ള ലെവലിൽ ഉയർന്നു നിൽക്കുന്നൊരു സാധനമാണ് മതാതീതമായിട്ടുള്ള ഒരു ആത്മീയ ബോധം. അപ്പോൾ അതിന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനൊരു രഹസ്യം സൂക്ഷിക്കാം. എന്താണ് രഹസ്യം? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചു, അതെടുത്ത് പെരുമാറരുത്. നിങ്ങളൊരു ദൈവമാണെന്നും വിചാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ദൈവത്തെ എടുത്ത് നിങ്ങൾ കളിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏത് പ്രോഗ്രാമിലുള്ള മതാതീതമായ ഒരു അതിനുപരിയായിട്ടുള്ള ഒരു ആത്മീയ ബോധം, എല്ലാ മനുഷ്യരെ ഒരുമിച്ച് കാണുന്ന ഒരു സംഗതി. അത് ദൈവമാകാം, വലിയ ശക്തിയാകാം, അങ്ങനെയൊക്കെ. അത് ഒരു കാലത്ത് എല്ലാം നമുക്ക് സയൻസ് ഒന്നും വളരാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് വലിയൊരു ഫിലോസഫിയാണ്, വലിയൊരു തത്വചിന്തയാണ്. പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവർ മറ്റ് ദൈവവിശ്വാസം ഇല്ലാത്ത മതങ്ങളോടും ഈ കാര്യം അന്വേഷിച്ചു. ബുദ്ധമതത്തിൽ ദൈവമില്ല, ആത്മാവുമില്ല. അവിടെ ആത്മാവെന്ന് പറഞ്ഞ പരിപാടിയില്ല, ദൈവമില്ല, പിന്നെ ഒരു ജന്മവുമില്ല. ഇവിടെ ഉള്ള സംഗതി മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള മനസ്സും
ഇവിടെയുള്ള നല്ല കാര്യങ്ങളും ഇവിടെയുള്ള ജീവിതവും ആണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ ഇതിനോട് എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ഈ മതത്തിലുള്ള ആൾക്കാർ പറഞ്ഞത് എന്താണെന്നറിയോ? തീർച്ചയായിട്ടും അഹന്ത വലിയ ശക്തിയാണ്. ഈ ഈ അഹന്ത ഇല്ലാതാകണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചെറുതായിട്ട് കാണാം. നമ്മൾ ഇത് ചെറിയ സംഗതിയാണ്. ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഇവിടുത്തെ സംഭവങ്ങൾ, അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെറുത് തന്നെയാണ്. ഈഗോയ്ക്ക് ഒരു സ്ഥാനമില്ല. ഈഗോയ്ക്ക് ഒരു സ്ഥാനമില്ല. അങ്ങനെയാണ് അവർ മറുപടി പറഞ്ഞത്. അഹന്തയ്ക്കൊരു സ്ഥാനമില്ല. അപ്പോൾ എല്ലാ മതങ്ങളും ഈ ഈഗോ ഡിഫ്ലേഷൻ, ഈ അഹന്ത ഇല്ലാതിരിക്കാനെന്ന കാര്യത്തിൽ, കാരണം ഈ മദ്യാസക്ത രോഗത്തിലും മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലും നമ്മുടെ മനസ്സ് ഈ അമിത സന്തോഷത്തിലും അമിതമായ പാഷൻ, അഭിനിവേശത്തിലും ഇങ്ങനെ ഭ്രമിക്കുമ്പോൾ ഒരു പ്രത്യേക വികാരം ഉണ്ടാകും. ഞാൻ എല്ലാ സംഭവമാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ മറ്റതാണ്, എനിക്ക് തിരിച്ചറിവുണ്ട്, ഞാൻ കേമനാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി അങ്ങനെ പ്രൊജക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രൊജക്ഷൻ നടക്കുന്നിടത്തോളം കാലം ബ്രെയിൻ അനിയന്ത്രിതമായി പോകും. ബ്രെയിനിന് പിടികിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയണത്, ഈ അമിതമായി സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ലഹരി വസ്തുവാണ് എക്സ്റ്റസി എന്ന് പറഞ്ഞ MDMA. ഈ സാധനം സ്റ്റിമുലേഷനാണ്, ഉത്തേജനമാണ്. ബ്രെയിനിന് ഉത്തേജനം, ഉറങ്ങാതിരിക്കാനും നിരന്തരം പാട്ടും കളിയും ഡാൻസും, അമിത സന്തോഷത്തിന് അപ്പുറത്തേക്ക് പോകണം. അതാണ് എക്സ്റ്റസി എന്ന് പറയുന്നത്. സന്തോഷം മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. എന്നുവെച്ചാൽ തലച്ചോറിന് തീ പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ശരിക്ക് സ്റ്റിമുലേഷൻ വന്നിട്ട്, ഈ സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞാൽ സർക്യൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മനോരോഗം വരും, സൈക്കോസിസ്. മനോരോഗം വന്നു കഴിഞ്ഞാൽ തട്ടിപ്പോവും, അതിൻ്റെ ഉള്ളിൽ തട്ടിപ്പോവും. എത്ര ആൾക്കാർ ഈ മനോരോഗത്തിൻ്റെ ഉള്ളിൽ സൂയിസൈഡ് ചെയ്തേക്കണം? പെട്ടെന്ന് മരിക്കാനാ തോന്നുന്നത്. എത്ര പേര്? അതാണ് അമിത സന്തോഷത്തിൻ്റെ ഉള്ളിൽ കൊല്ലാൻ തോന്നാം, മരിക്കാൻ തോന്നും. കാരണം ഒരു നിമിഷം ഈ സന്തോഷത്തിന് പ്രേരകമായിട്ടുള്ള സാധനം അവിടെ ഇല്ലാതെ വരുമ്പോൾ അനിഹിഡോണിയ എന്ന് പറയും. അനിഹിഡോണിയ എന്ന് വെച്ചാൽ ഈ തലച്ചോറ് സ്വീകരിച്ച സ്റ്റിമുലേഷൻ, ഉത്തേജനം സ്വീകരിക്കാൻ ഉപയോഗിച്ച റിസപ്റ്റേഴ്സ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, മനസ്സെന്ന് പറഞ്ഞാൽ തലച്ചോറാണ് ഉദ്ദേശിക്കുന്നത്. ഈ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് സിഗ്നലുകൾ, ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ആദ്യം നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ പ്രത്യേക ഉപകരണങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്പെഷ്യൽ സെൻസ് ഉണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സ്പെഷ്യൽ സെൻസ് റിസപ്റ്റർ, റെറ്റിന, കണ്ണിൻ്റെ ഉള്ളിലുള്ള റെറ്റിനയാണ് റിസപ്റ്റർ. അപ്പോൾ ഒരു ചെവി കൊണ്ട് കേൾക്കുന്ന അത് നമ്മൾ ചെവിയുടെ ഉള്ളിൽ കോക്ലിയ, അവിടെ റിസപ്റ്റർ ഉണ്ട്, സ്വീകരിച്ച് കൊണ്ടുപോവുകയാണ് തലച്ചോറിലേക്ക്. അപ്പോൾ നമ്മൾ സ്കിന്നിൽ ഫ്രീ ആയിട്ടുള്ള നെർവ് എൻഡിങ്സ് ഉണ്ട്. ആ ചൂടും തണുപ്പും ഒക്കെ അതിൽ കൂടി വേദനയൊക്കെ, ഫ്രീ നെർവ് എൻഡിങ്സിൽ വേദന ഒക്കെ കൂടി, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ അതിൽ കൂടി കടന്നു പോകും. സ്പർശനം അത് സ്വീകരിക്കാനുള്ള സ്വീകരണികളുണ്ട്. ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് ഉത്തേജനം വന്നിട്ടാണ് നമ്മൾ തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ ചെല്ലുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് വാഷ് ഔട്ടായി പോകും. അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. വാഷ് ഔട്ടായി കഴിഞ്ഞാൽ, ഇത് പ്രവർത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോ? ഒരു സാധനവും ഒരു ഉത്തേജനം ഉണ്ടാക്കില്ല. വലിയ നഷ്ടം വന്നു, ഉത്തേജനം ഇല്ല, എല്ലാം പോയി. ഇങ്ങനത്തെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആലോചിക്കുന്നത് ഇനി മരിച്ചാൽ മതി എന്നാ. ഭയങ്കര സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് അനിഹിഡോണിയ.
എന്നുവെച്ചാൽ ഈ സന്തോഷത്തിൻ്റെ സംഗതികളൊന്നും പ്രവർത്തിക്കില്ല, ഒരു തരത്തിലും പ്രവർത്തിക്കില്ല, മരിക്കും. എത്ര പേരങ്ങനെ മരിച്ചിരിക്കുന്നു, അങ്ങനെ മരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, രോഗികളെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. സന്തോഷം, അതിര് കടന്ന സന്തോഷത്തെ കഴിഞ്ഞിട്ട് പിന്നെ ആ സന്തോഷം ഇതെല്ലാം നശിച്ചിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെ സ്വന്തം ഭാര്യ പോലും അറിയാതെ ഭാര്യയുടെ അടുത്ത് കിടക്കുവാണ്. അപ്പോൾ അയാൾക്ക് തോന്നുവാണ് ഫാനിൻ്റെ മുകളിൽ തൂങ്ങണം, മരിക്കണം. അയാൾക്ക് ജീവിതത്തിൽ സന്തോഷമില്ല. അങ്ങനത്തെ രോഗികൾ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അടുത്ത് വന്ന ഒരാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഭാര്യയും ഭർത്താവും കൂടി ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഭാര്യ നോക്കുമ്പോൾ ഒരു പുലർച്ചെ ആകുമ്പോഴത്തേക്കും മൂപ്പര് മുകളിലുള്ള ഫാനിൽ തൂങ്ങുന്നു. ഭാര്യ ഒരു ബുദ്ധിയുള്ള സ്ത്രീ ആയതുകൊണ്ട് എടുത്ത് പൊന്തിച്ച് അയാളോട് ഒരു കണക്കിന് അയാളെ അവിടെ നിന്ന് താഴ്ത്തി ഇറക്കി ഒച്ചയൊക്കെ ഉണ്ടാക്കി അയാളെ ആശുപത്രി കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അയാളെ ഞാൻ ഒരു ചോദ്യം ചെയ്ത് കൗൺസിലിങ്, അതിലെനിക്ക് മനസ്സിലായി അയാൾ ഏകദേശം ഒരു ലിറ്ററോടത്തോളം മദ്യം പല പ്രാവശ്യമായിട്ട് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അയാൾക്ക് അവസാനം ഡിപ്രഷൻ വന്നു, വിഷാദ രോഗം വന്നു, മരിക്കാൻ തോന്നി. അങ്ങനെ പരിപാടി നടത്തിയതാണ്. അപ്പോൾ കെട്ടുകണക്കിന് മാനസിക രോഗങ്ങൾ ഇതിൽ വരും. യൂസ് ഡിസോർഡർ ആൻഡ് ഇൻഡ്യൂസ് ഡിസോർഡർ, ഇതിൽ കൂടി പല ആൾക്കാരും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ പല ആൾക്കാരത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജീവിതത്തെ ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ 12 പടികളിൽ കൂടി ചെയ്തു വെക്കുമ്പോൾ അത് നടപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ? അതിന് ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ? ഇപ്പോൾ ഉദാഹരണം 4-ാമത്തെ പടിയിൽ അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെ ഞങ്ങളുടെ ധാർമ്മിക ജീവിതത്തെ വിലയിരുത്തി. അതിസൂക്ഷ്മത മധ്യാസക്ത ലോകത്തിലെ അതിസൂക്ഷ്മത എന്താണെന്നറിയോ? പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ, നുണ പറയുക എന്നർത്ഥം. അങ്ങനെ അതിസൂക്ഷ്മത ഉണ്ടെങ്കിലാണ് ഈ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു പരിപാടി മുമ്പോട്ട് പോകുള്ളൂ. അതുപോലെ അതിന് ഭയം ഉണ്ടെങ്കിൽ ഈ സത്യം അംഗീകരിക്കാനും അത് തുറന്നു പറയാനും അതിൽ കൂടി ജീവിക്കാനും ഭയം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇത് നടപ്പിലാവില്ല. അപ്പം ഈ അതിസൂക്ഷ്മത എന്നുള്ള വാക്കിനും ഭയം എന്നുള്ള വാക്കിനും ഒരു മധ്യാസക്തൻ്റെ ജീവിതത്തിൽ എന്താണ് അതിൻ്റെ വില എന്നുള്ളത് വളരെ ആ 4-ാമത്തെ പടിയിൽ വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 5-ാമത്തെ പടി എടുത്ത് നോക്കിക്കോളൂ. 5-ാമത്തെ പടിയിൽ നിങ്ങൾക്ക് ലോകത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള വാക്കിൽ ആ 3 വാക്കുകൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും, നിങ്ങൾക്കൊരു അറിവ് കിട്ടും. നമ്മുടെ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ 3 സംഗതികളാണ് വർക്കൗട്ട് ആകുന്നത്. ഒന്ന് നമ്മളില്ലാതെ നമ്മുടെ കാര്യം എങ്ങനെ വർക്കൗട്ടാകും? ഒന്ന് നിങ്ങൾ വലിയ ശക്തിക്ക് കീഴിലാണെങ്കിൽ അത് ഉണ്ടെന്നുള്ള നിങ്ങളുടെ ധാരണ, അത് ഒരു സത്യമാണെന്നുള്ള നിങ്ങളുടെ ധാരണ, അതാണ് ആ വലിയ ശക്തി. 2-ാമത്തെ ഒരു സംഗതിയാണ്. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ അതിൽ കൂടി ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ വലിയ ശക്തി നിങ്ങൾക്ക് വേണം, ആവശ്യമുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ബന്ധങ്ങൾ വേണം. ഈ ബന്ധങ്ങൾ ഏതാണ്? ഒരു സുഹൃത്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല, നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ അറിയുന്ന, നിങ്ങളോട് സത്യസന്ധമായിട്ട് നിങ്ങളോട് ഇടപെടുന്ന ഒരു സുഹൃത്ത്. അത് തന്നെയാണ് ഒരു സ്പോൺസറും കിട്ടും. അപ്പോൾ ഒരു സുഹൃത്ത് അതുകൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പൂർണ്ണമാവുള്ളൂ. കാരണം ഈ ജീവിതത്തിൽ നമുക്കുള്ളത് ഇതൊക്കെ തന്നെയാണ്, ബന്ധങ്ങൾ. ആ ബന്ധത്തിനാണ് ആ ഒരു സുഹൃത്തിൻ്റെ ഇത്.
ബന്ധമില്ലെങ്കിലും ജീവിതമില്ല. രണ്ട്, നിങ്ങൾ അറിയണം. നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും ജീവിതമില്ല. പിന്നെ നമ്മുടെ ആ സ്വഭാവ രീതികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് തകർന്നു പോകും. അതുകൊണ്ട് ആ വലിയ ശക്തിക്ക് കീഴിലാണെന്നുള്ള ഒരു വിശ്വാസം, അതാണ് ഡീഫ്ലേഷൻ ഓഫ് ഈഗോ, അഹന്ത ഇല്ലാതാക്കുന്നത്. ഇത്തരം പരിപാടികൾ ഉണ്ടെങ്കിലാണ് ഈ അഞ്ചാമത്തെ പടി വർക്കൗട്ട് ആവുള്ളൂ. ആറാമത്തെ പടി ഞാൻ പറയാം, അത് വളരെ ഈസിയാണ്, ഓർത്തിരിക്കാൻ വളരെ ഈസിയാണ്. തയ്യാറായി എന്നാണ് അതിൻ്റെ അതിൻ്റെ അടിത്തറ. അതാണ്, നിങ്ങൾ തയ്യാറായി. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി, റെഡിയായി, റെഡി ടു ഡു ഓൾ ദിസ്. എന്തിനാണ് അങ്ങനെ റെഡിയാവുന്നത്? ഈ റെഡിയാവുന്നതിന് ഒരു പ്രത്യേക ഒരു വാക്കാണ് റെഡിയാകുക എന്നുള്ളത്. റെഡിയാകുക എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് അർത്ഥം. നിങ്ങൾ ഉത്തരവാദിയാണെന്നാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങളൊരു ഹോട്ടലിൽ ചെല്ലുക, അവിടെ ഒരു ബോർഡ് കാണാം, ഊണ് തയ്യാർ, ഊണ് റെഡി. ആ ഊണ് തീർന്നു കഴിഞ്ഞാൽ അവർ ആ ബോർഡ് എടുത്ത് മാറ്റും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രത്യേക സമയത്ത് റെഡിയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ നടപ്പിലാകും. അപ്പോൾ കാര്യങ്ങൾ നടപ്പിലാകും എന്നുള്ളതാണ് ഈ റെഡി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ കാര്യങ്ങൾ നടപ്പിലാവും. റെഡി അല്ലെങ്കിൽ അത് നടപ്പിലാവില്ല. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴികഴിവുകളൊക്കെ പറയാം, പക്ഷെ റെഡി ആണെങ്കിൽ അത് ഒഴികഴിവില്ല എന്നർത്ഥം. നിങ്ങൾക്കതിന് ഒഴികഴിവുകളില്ല, റെഡിയാണ്. അതുപോലെ എട്ടാമത്തെ പടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എട്ടാമത്തെ പടി AI പ്രോഗ്രാമിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ നടപ്പിലാക്കി കഴിഞ്ഞാൽ വലിയൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്, മാനസികമായിട്ടുള്ള ഒരു വലിയൊരു തിരിച്ചു വരവ്, ജീവിതത്തിലേക്ക് തിരിച്ചു വരവ്, രക്ഷപ്പെടൽ. ഐ ആം റോങ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. എനിക്ക് തെറ്റുപറ്റി എന്ന് മറ്റൊരാളോട്, ഒരു സുഹൃത്തിനോടാണെന്ന് വിചാരിച്ചോളൂ, പറയുകയാണ്, അയാളൊരു തെറ്റ് ചെയ്തു, പറയുക സോറി ഐ ആം റോങ്, എനിക്ക് തെറ്റുപറ്റി. എന്തൊരു ഭയങ്കര സംഭവമാണെന്നറിയാവൂ. നേരെ മറിച്ച് അയാൾ അതൊക്കെ ഒതുക്കി പിടിച്ച് ഒരു വലിയ ഭീകരനെ പോലെ ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഭയങ്കര മനസ്സിൽ വല്ലാത്തൊരു പക, വെറുപ്പ്, ഉദ്ദേശം, ഇതൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാവും. അത് മാറിപ്പോവില്ല, അതങ്ങനെ അവിടെ കിടക്കും. നേരെ മറിച്ച് അയാൾ ഒരു ഓപ്പൺനെസ്, ഒരു തുറന്ന മനസ്സിൽ പറയും, ഐ ആം റോങ്, എനിക്ക് തെറ്റുപറ്റി. അല്ലെങ്കിൽ ജീവിതത്തിൽ മുഴുവനും മധ്യാസക്തന് എത്രയോ തെറ്റുകൾ ഓരോ ആൾക്കാരോടും ചെയ്തിട്ടുണ്ട്. ജീവിതത്തെ വെച്ച് അമ്മാനം ആടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒറ്റ വാക്കിൽ അവസാനിക്കും അവിടെ, ഐ ആം റോങ്, എനിക്ക് തെറ്റുപറ്റി. അവിടെ എല്ലാം ഒരു പുതിയ സ്ലേറ്റിൽ തുടങ്ങുവാണ്. എല്ലാം തുടച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ സ്ലേറ്റിൽ ഇത് തുടങ്ങുവാണ്. ഐ ആം റോങ്, അതെല്ലാം പോയി. ഇതൊക്കെ വളരെ മനോഹരമാണ്. 12ാമത്തെ പടി എന്താ, ഈ ആത്മീയമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടപ്പിലാകുന്നത്. ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൂടെ എന്താണ് ചെയ്യുന്നത് ഇയാൾ? ഒരു സ്റ്റെപ്പ്, ഈ ഒരു സന്ദേശം മറ്റൊരാളിലേക്ക് കൊടുക്കുന്നു. അയാൾ ജീവിതത്തെ അറിഞ്ഞു, മനസ്സിലാക്കി, അയാൾക്ക് തിരിച്ചു കിട്ടി. ആ സന്ദേശം, ജീവിതമാണ് അയാൾ കൊടുക്കുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതിനേക്കാളും വലിയൊന്നും കൊടുക്കാനില്ലല്ലോ. 12 സ്റ്റെപ്പ്. ഇതാണ് മനോഹരമായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടി നമ്മൾ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നു. ഞാൻ ഒരു ഈഗോയെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. ഈ ഈഗോയ്ക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു ഈഗോയ്ക്ക് ഒരു തിരുത്തൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു തിരുത്തൽ, ഈഗോ നമ്മുടെ ഈ
ഇത് ഇങ്ങനെ മുകളിലേക്ക് പോയി പ്രൊജക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞല്ലോ. ഈഗോയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അഹന്ത ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈഗോ സ്വയം നന്നാക്കിയെടുക്കും, അവനവന് സ്വയം നന്നാക്കിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഫ്രോയിഡ്. അതാണ് നമ്മൾ പക്വത ആർജിക്കുന്ന സമയത്ത്, നമ്മൾ മനസ്സിന് പക്വത ആർജിക്കുന്ന സമയത്ത്, അതായത് സാധാരണ മനുഷ്യർക്കുള്ള കാര്യമാണ്. പക്വത ആർജിക്കുമ്പോൾ സൂപ്പർ ഈഗോ എന്ന് പറയും. സൂപ്പർ ഈഗോ എന്താണ്? ഈ സൂപ്പർ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു പക്വത ഉള്ള ഒരു മനസ്സ്, ഈ തെറ്റുകൾ തിരുത്തുന്ന ഒരു മനസ്സ്, ആളുകളോട് ഉപദ്രവമില്ലാതെ പകയില്ലാത്ത ഒരു മനസ്സ്, അതാണ് ശരിക്കും എന്താ ഒരു പരിശുദ്ധമായ ഒരു മനസ്സെന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ, ഈ സൂപ്പർ ഈഗോ നമ്മളെ തിരുത്തുന്ന സംഗതിയാണ്, തിരുത്തൽ ശക്തിയാണെന്ന് പറയാം. ആ രീതിയിലാണ് അദ്ദേഹം ആ സൂപ്പർ ഈഗോയെ കണ്ടേക്കണത്. ഈഗോ ഒരു അഹന്തയാണ്, ഒരു പ്രൊജക്ഷനുള്ള സാധനമാണ്. അതേസമയം സൂപ്പർ ഈഗോ ഉണ്ടല്ലോ, അത് നമ്മളെ തിരുത്തുന്നൊരു സാധനമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും, നമ്മളെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രോഗ്രാമിന് ശരിയായ വില കൊടുക്കണം. അത് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടറെ, താങ്ക് യു. നമുക്ക് നമ്മുടെ സമയം തീരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടറെ, ഞങ്ങളുടെ കൂടെ ഇപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. സമയം ഡോക്ടർക്ക് സമയമാവുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ മുമ്പോട്ട് വരാവോ? സംശയങ്ങളോ? ആർക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. ഡോക്ടറെ വളരെയധികം നന്ദി. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ ഡോക്ടർക്ക് ആയുസ്സും ആരോഗ്യം നേരുന്നു. നമുക്ക് വാഗ്ദാനങ്ങൾ വായിച്ച് വൈൻഡപ്പ് ചെയ്യാം. ആരും ഇല്ലെന്ന് തോന്നുന്നു. വാഗ്ദാനങ്ങൾ നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണ് എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുത പരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിൻ്റെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളരുതാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാവുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തിലുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു. പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാവുന്നു. ജോളി ചേട്ടാ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സുതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും
മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ.